ശ്രീനിയാണ് നമ്മുടെ ഒപ്പം ചേരുന്ന. സെലിൻ ചേച്ചിയുടെ ചായ എങ്ങനെയാണ് നമുക്ക് ശ്രീനിയോട് ചോദിക്കാം. ശ്രീനി അടിപൊളി, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ വരുന്നത്. പക്ഷെ നമ്മളൊരു ചായ കുടിച്ചാൽ ആ ഒരു ചായയുടെ ഒരു തൃപ്തി കിട്ടും. ബാക്കിയുള്ള കടകൾ ഞങ്ങളിപ്പോൾ അപ്പുറമൊന്നും നേരത്തെ കുടിച്ചായിരുന്നു, നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ തിരിച്ചു പോയിട്ട് അത് ഞങ്ങൾ അവിടെ വരെ പോയിട്ട് തിരിച്ചിങ്ങ് വന്നു. വരുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകുമ്പോൾ അടിപൊളിയാണ്. അതായത് ഇതുപോലൊരു ചായ കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടാണ്, എല്ലാ കടകളിലും കിട്ടത്തില്ല. ചായ കുടിക്കാൻ നമുക്ക് മനസ്സിന് തൃപ്തി. മാത്രമല്ല ആ ചെറിയ റേറ്റുമാണ് അവർ എടുക്കുന്നത്. ആ ചെറിയ റേറ്റിന് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ചായ കിട്ടും. ഇതേ ചായ നമ്മൾ അവിടെ പോയി 20 രൂപ അല്ലെങ്കിൽ 15 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. മനസ്സിലായി? അതാണ് ഇവിടുത്തെ അവിടുത്തെ പ്രത്യേകത. അവിടെ രണ്ടും നല്ല വ്യത്യാസവും. ചെറുകടിയൊക്കെ മേടിച്ചോണ്ട് പോകാറുണ്ടോ? അവിടെ മേടിച്ചോണ്ട് പോകാറുണ്ട് പിള്ളേർക്കൊക്കെ ആയിട്ടല്ലേ. എത്ര നാളായിട്ട് ഇവിടുന്ന് ചായ കുടിക്കുന്നു? ഈ വഴി വരുമ്പോൾ ഉറപ്പായിട്ടും. അത് അവിടെ വരെ പോയിട്ട് കാര്യം നമ്മൾ തിരിച്ചു വന്നതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അന്നേരം അവള് പറഞ്ഞു അയ്യോ ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പുഴയുടെ അരികാണ്, വിശ്രമിക്കാനും സൗകര്യം വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് അത് തന്നെ. ചേച്ചിയെ, സെലിൻ ചേച്ചിയെ, എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? എങ്ങനെ പോകുന്നു? ഇങ്ങനെ അങ്ങ് ഒഴുക്കിലങ്ങ് പോകുന്നു. പുഴയുടെ ഒഴുക്കും നമ്മുടെ ഒഴുക്കും ജീവിതത്തിന്റെ ഒഴുക്കും. അതെ അതെ അതെ. ചേച്ചി, മീൻ കച്ചവടം എന്താ നിർത്തിയേ? മീൻ കച്ചവടം നിർത്തിയത് എന്താണെന്ന് വെച്ചാല് മീനിന് 2-3-4 കട ഇവിടെ വന്നായിരുന്നു. ആ, അത് വലിയ കടകളാ വന്നേ. അപ്പം അതിനോട് മത്സരിക്കാൻ ചെറിയ കടക്കാർക്ക് ആർക്കും പറ്റത്തില്ല. നമ്മുടെ കസ്റ്റമർക്ക് നഷ്ടപ്പെട്ടു പോയി. അത് മാത്രമല്ല, ഞാൻ ചെല്ലാന ഓടി മീൻ എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം നഷ്ടമായിരുന്നു. ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി. 10-15 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി. അതോടുകൂടി പരിപാടി വിത്തോട്ട് അങ്ങ് കൊടുത്തമ്മനെ ചേച്ചി, നമ്മള് കസ്റ്റമർ കച്ചവടം തിരിച്ചു കിട്ടാനായിട്ട് നമ്മൾ ഓഫർ കൊടുത്തു. ഓരോ ഓഫറും നമ്മൾ കൊടുക്കുകയല്ല, നമ്മൾ സത്യസന്ധമായി മാത്രം പ്രവർത്തിക്കും. നഷ്ടം വന്നു. പിന്നെ ചെല്ലാനത്തൊക്കെ 285 രൂപ നിരക്കിൽ നമ്മൾ പോയി ചെല്ലാനത്ത് ഓടി നമ്മൾ പോയി എടുത്തോണ്ട് വരുന്ന മീനെ 320 രൂപയ്ക്കൊക്കെ ഇവിടെ കൊടുത്തിട്ട് ആൾക്കാർക്ക് വേണ്ടായിരുന്നു. ചെറുകടി എന്തെങ്കിലും വേണമായിരുന്നോ? കാടമുട്ട വെജിറ്റബിൾ സമൂസ, ചിക്കനും ബീഫും ഒന്നും വേണ്ട. ബീഫ് അതായത് ഇവിടുത്തെ എല്ലാം വെറൈറ്റിയാ. ഉണ്ടായിരുന്നു. നാട്ടുകാർ തന്നെയായിരുന്നു കട? അല്ല, നാട്ടുകാരുടെ അല്ല, നമുക്ക് മീൻ ഇരുന്ന് പോയതാ. നാട്ടുകാർ കുറച്ച് പേരൊക്കെ തരാനുള്ളൂ. അതൊന്നും നമുക്ക് അങ്ങനെ ചോദിച്ച് മേടിക്കേണ്ട ആൾക്കാരല്ല, കാരണം എല്ലാം കൂലിപ്പണിക്കാർ. നമുക്ക് മീൻ ഇരുന്നാണ് ഈ ഇത്ര നഷ്ടം പലപ്പോഴായിട്ട്? ഒരു 6 മാസം കൊണ്ട് നമ്മള് പ്രതീക്ഷിച്ച ഒരു രീതിയിലേക്ക് വന്നില്ല അല്ലേ? അല്ല, ആദ്യമൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ജീവിച്ചു പോകാൻ എൻ്റെ പിള്ളേരെയൊക്കെ വളർത്താനുള്ളതുണ്ടായിരുന്നു. ഒരു 6 മാസം കൊണ്ട് നമ്മളങ്ങ് ഇരുന്ന് പോയി. വലിയ കടകൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് ഇരുന്ന് പോയി. വലിയ കടകളുടെ കുത്തൊഴുക്ക് വന്നപ്പോൾ നമുക്ക് അത് പറ്റാം. പാലായില് 2 വന്നു, ഇരറ്റുപേട്ടയിൽ 2 വന്നു. അപ്പം വലിയ അത് സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള കടകളാണ്. കോമ്പറ്റീഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ കോടികളും മുടക്കി ചെയ്യുന്നതല്ലേ. നമ്മള് അന്നത്തെ അത്താഴത്തിന് വേണ്ടി ചെയ്യുന്നവരാ. അപ്പൊ നമുക്ക് ഒത്തിരി അടി കിട്ടി അതിൽ നിന്ന്. വില കൂടുതലാന്നൊക്കെ പറയുമായിരുന്നു, പക്ഷെ മീനിന്റെ വില അതായിരുന്നു. ഇപ്പൊ ആൾക്കാർക്കറിയാം. അന്നത്തെ വില ഇന്നും കുറഞ്ഞിട്ടില്ല. ഞാൻ 7 വർഷം. അന്ന് ചേച്ചി മീൻ കച്ചവടം നടത്തുന്ന പിള്ളേരൊക്കെ ആയിട്ട് മീൻ കച്ചവടം നടത്തുന്ന വീഡിയോ ഒത്തിരി ആൾക്കാർ വീഡിയോ ഉണ്ടായിരുന്നു, ഉടമ്പണം ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സ് ഒരു കൂടി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഫ്ലവേഴ്സ് ഒരു കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഉടമ്പണത്തിലും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ പേര് ഇങ്ങനെ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. വ്ലോഗ് ചെയ്ത് കുറെ പേര് ചാനലിൽ ചെയ്തിട്ടുണ്ട്, വില്ലേജ് വാർത്ത ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്തായിരുന്നു. ചേച്ചി വളരെയധികം മോട്ടിവേഷൻ ആണ് ജനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. കാരണം ജോലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ജോലി അറിയത്തില്ലാത്ത ആൾക്കാർ എന്തെങ്കിലും പഠിച്ച് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. ചേച്ചിയുടെ വീഡിയോ, അതായത് ചേച്ചി മീൻ കച്ചവടം ഈ തെരുവോരത്ത് നിന്ന് മീൻ കച്ചവടം ചെയ്ത് ചേച്ചി പിള്ളേരെ വളർത്താൻ കാണിച്ച ഒരു മോട്ടിവേഷൻ, ആ ഒരു മോട്ടിവേഷൻ വീഡിയോ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്തു. വളരെയധികം ആൾക്കാർ പറഞ്ഞു. അതെ, എന്നെ വിളിച്ച് 2-3 പേര് ചോദിച്ചു. അവര് തന്നെ ചെയ്ത് അവര് തന്നെ ഇപ്പം കുടുംബം പുലർത്തുന്ന സ്ത്രീജനങ്ങളുണ്ട്, പിള്ളേർ സെറ്റുണ്ട്. ഒരു കൊച്ച് ഇവിടെ വന്ന് ഞാനിവിടെ കൊണ്ടുവന്ന് മീൻ കട ഇട്ടു, എനിക്ക് നഷ്ടമായി ചേച്ചി, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. വഴികളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ചെറുക്കന് ഇപ്പം വലിയ ഹൈ ലെവലില് ബൾക്കായിട്ട് എടുത്ത് വിൽക്കുക. അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യൻ രക്ഷപ്പെടുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അതുകൊണ്ട് ദൈവം ഇന്നുവരെ നമ്മളെ വീഴ്ത്തിയിട്ടില്ല. ചേച്ചി തുറന്നു ചോദിക്കട്ടെ, ആത്മഹത്യാ മുനമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് ചേച്ചിയുടെ വീഡിയോ ഒത്തിരി അധികം പ്രയോജനം ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചിക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും.
തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയും കുട്ടികളും ഉണ്ടായിരുന്നു. അവർ സ്ഥലം ഞാൻ പറയുന്നില്ല. അപ്പം അവർക്ക് ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്ന ടൈമിലാണ് അവരെൻ്റെ വീഡിയോ കാണുന്നത്. ഇപ്പം അവർ മീൻ കച്ചവടമൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഒരു വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് സെറ്റപ്പായിട്ട് ചെയ്യും. വിളിക്കാറുണ്ട് അവര്? പല കാലത്തും വിളിക്കുമായിരുന്നു. ഇപ്പം പിന്നെ കുറേയൊക്കെ നമ്മളിങ്ങനെ മാറിയോണ്ട് വിളിയൊന്നുമില്ല. കാരണം അവര് സ്റ്റേജ് 1 കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആരും വിളിക്കണം നമുക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാരും ജീവിച്ചു പോകുക, നല്ല രീതിയിൽ ജീവിച്ചു പോകുക എന്നുള്ള സന്തോഷം. ഓ, ആരെയും അലട്ടണ്ട. എന്തിനാ ദുഃഖിക്കുന്നേ? പിള്ളേർ എത്ര പേരാ? എനിക്ക് 4 പേര്. പിള്ളേർക്ക് എന്ത് ചെയ്യുന്നു? പിള്ളേരെ ഒരാൾ 10 കൂടി നിർത്തി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ 10 കഴിഞ്ഞ് നിൽക്കുന്നു. അവനിനിയിപ്പം +1 അഡ്മിഷനൊക്കെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഇനി 2 പേര് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ടിൻസ് ആണ് അവർ, 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികളല്ലേ? 2 പെൺകുട്ടികളെ ടിൻസാണ്. പെൺകുട്ടികളാണോ മൂത്തത്? അല്ലല്ല, ഇളയതുങ്ങൾ 9ാം ക്ലാസ്സിലാണ് അവർ. മൂത്ത മോനാണോ ചേച്ചിയോട് സഹായിക്കാനായിട്ട്? പഠിച്ചിട്ടും കാര്യമില്ല എന്ന് നമുക്ക് വിദ്യാഭ്യാസ സമ്പന്നനായിട്ടുള്ള ആൾക്കാര് എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. അവന്റെ ഡയലോഗ് എന്ന് പറഞ്ഞാല് ഒറ്റ വാക്കാണ് അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ എന്തിനാണ് മുന്നോട്ട് വിദ്യാഭ്യാസം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് മേടിച്ചു തരാം, അല്ലാതെ എനിക്കൊരു ജോലിയാണ്. ഞാൻ കണ്ടവരുടെ കീഴിൽ പോയി കിടന്ന് ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നതിനേക്കാളും ഞാൻ ഇവിടെ അമ്മയുടെ നിഴലിൽ നിന്ന് ജീവിക്കുന്നതാണ് അവനിഷ്ടം. അവൻ ആ ഒരു ഇതായിട്ട് എടുത്തു. അവൻ അവന്റെ വഴി തന്നെ തിരഞ്ഞെടുത്തു, അമ്മയുടെ ഒപ്പം സഹായിക്കാനായിട്ട്. അവൻ പറയുന്നത് എന്തിൻ്റെയും ബേസിക് പണമാണ്. തീർച്ചയായിട്ടും അതുണ്ടാക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. ഒരിക്കലും നമ്മൾ പിള്ളേരെ ആ ഒരു കാര്യത്തിൽ പിന്തിരിപ്പിക്കുകയല്ല. പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കാണുന്നവരും WMAക്കാരും ഈ കഴിഞ്ഞിടയ്ക്ക് സാറായ ഒരു വ്യക്തി വന്നിട്ട് ഇവിടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവനോട് പറഞ്ഞടാ, നീ നന്നായിട്ട് പഠിക്കണം, മുന്നോട്ട് പഠിക്കണം, ഞങ്ങളെപ്പോലെ ആവരുത്. പക്ഷേ പുള്ളി പറഞ്ഞ് അന്നേരം ഇവൻ തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ പഠിച്ചിട്ട് എന്ത് നേടി? ഈ ഡ്രൈവിങ്ങിൽ നേടിയുള്ളൂ, അല്ലാതെ എന്ത് നേടി എന്നാ ചോദിക്കുന്നത്. ഇവർ പറയുന്നത് ബേസിക്കായിട്ട് എൻ്റെ മൂത്ത ആളുടെ ഒരു ചിന്താഗതിയാണ്. കാരണം ജീവിക്കാൻ 3 ഐറ്റം സംഭവം മതി നമുക്ക് ലോകത്തിൽ. 1, ലോകത്തിൻ്റെതായ രീതിയിൽ പൈസ വേണം, അല്ലെങ്കിൽ വസ്ത്രം വേണം, പാർപ്പിടം വേണം. ഭക്ഷിക്കുക, വസ്ത്രം കൊടുക്കുക, കിടന്നുറങ്ങുക. ഇത് 3 സേഫാണെങ്കിൽ ആൾക്കാർ സേഫാണ്, അവരവിടെ സന്തുഷ്ടരാണ്. അതാണ് അവൻ്റെ രീതി. എങ്ങനെയാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ അവനത് മതി. അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, വിവാഹമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ആൾക്കാർ വിദ്യാഭ്യാസം വേണ്ടെന്നേ. അങ്ങനെയുള്ളവർ വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി, കൂടെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർ വന്നാൽ മതി, അല്ലാത്തവർ വരണ്ട. കാരണം പണം വെച്ച് കാണുന്നവർ ഇച്ചിരി കഴിയുമ്പോൾ പണമില്ലാതെ ആകുമ്പോഴത്തേനും വിട്ടു പോകും. ജോലി വെച്ച് കാണുന്നവർ ഇച്ചിരി കഴിയുമ്പോൾ ജോലി ഇല്ലാതെ. എന്തോരം ഡൈവേഴ്സാണ് നടക്കുന്നത്. കെട്ടിക്കുമ്പം വലിയ ആർഭാടമായിട്ട് നാട് നീളെ വിളിച്ച് ചിലപ്പം ജില്ലയെ വിട്ടുപോയി വിളിക്കും. അങ്ങനെ വിളിച്ച് ആൾക്കാരെ കാശ് മുടക്കി. ഈ 10 കാശുണ്ടെങ്കിൽ 10 അനാഥ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് എത്രയോ മോട്ടിവേഷൻ വീഡിയോസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഭക്ഷണം കൊടുത്തും സ്ഥലം കൊടുത്തും വീട് കൊടുത്തും ഒക്കെ കല്യാണം നടത്തുന്നത്. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല. ഈ കാശ് കൊണ്ട് കുറേ ഭക്ഷണം ഉണ്ടാക്കി അത് കുറേ വേസ്റ്റാക്കി. എൻ്റെയൊക്കെ വിവാഹത്തിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമൊക്കെ എടുത്ത് വെറുതെ കളയുക. എന്തിനാ മനുഷ്യൻ ജീവിക്കുന്ന ആഹാരം കഴിക്കുക? ഇന്ന് ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ നാളെ ഭക്ഷിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരി ഈ ഇടയ്ക്ക് ക്യാൻസറായിട്ട് മരിച്ചുപോയി. അവർക്ക് 3-4 ദിവസത്തേനും ഒന്നും കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ആ ഒരു വിഷമം ഞങ്ങളുടെ ഉള്ളിലും തട്ടി. എന്തുകൊണ്ടാണ്? നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ലോകത്ത് നേടുന്നത്? നമ്മൾ ഒന്നും നേടാനില്ല. അന്ന് 10 പേർക്ക് ഉപകാരം ചെയ്ത് 10 പേർക്ക് നല്ലത് ചെയ്ത് 10 പേരെ ഇപ്പം എന്നെ സംബന്ധിച്ച് 10 പേർക്ക് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് ജീവിക്കാനുള്ള വരുമാനമുണ്ട്. ഈ വരുമാനത്തെ സംബന്ധിച്ച് ഇത് കൊണ്ട് വിറ്റ് കോടികളുണ്ടാക്കി ഞാൻ ബംഗ്ലാവ് പണിയാന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾക്കും അതേ പറഞ്ഞു കൊടുത്തത്. അന്നു പറ്റുന്ന ജീവിക്കുക, ആരോടും മുഷിയാതെ ജീവിക്കുക. അതേ ഉള്ളൂ ഈ ഭൂമിയിൽ നേടാൻ പറ്റുന്നതൊന്നും. അതേ നമുക്കും അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവാണ്. നമുക്ക് അത്യാഗ്രഹമില്ല. അതാണ്. ചേച്ചി കച്ചവടം തുടങ്ങിയിട്ട് ചേച്ചിക്ക് സാറ്റിസ്ഫൈഡ് ആണോ ചേച്ചിയാ? അതെല്ലേ. നമ്മള് മീൻ കച്ചവടം പോലെ തന്നെ ആദ്യം മീൻ കച്ചവടം തുടങ്ങിയ ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു. ഈ കച്ചവടം നമുക്ക് നല്ല രീതിയിലാണ്. എപ്പോൾ എന്ത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഭൂമി ഇടിച്ചു വീഴുമെന്ന് പറഞ്ഞ് നമുക്ക് മുട്ടിടാൻ പറ്റുമോ? അത് പറ്റില്ല. നമ്മൾ ആ സാഹചര്യത്തിനൊത്ത് ജീവിക്കാം. ഞാൻ പണ്ട് എൻ്റെ വീഡിയോ ഇറങ്ങിയപ്പോഴും പറഞ്ഞു, ചേച്ചി ഈ മീൻ കച്ചവടം നിർത്തേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞെന്നറിയാമോ, ഇത് വിടേണ്ടി വന്നാൽ അന്ന് എനിക്ക് ഒമിനിയായിരുന്നു. ഒമിനിയെല്ലാം സ്ട്രെച്ചർ വെച്ച് വലിച്ചിട്ട് അന്നത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. ആ സ്ട്രെച്ചർ വെച്ച് വലിക്കുക. അന്നും ഞാൻ അവരോട് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു സോഡ നാരങ്ങെങ്കിലും വിട്ട് ഞാൻ ജീവിക്കും. കാരണം ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്. മാന്യമായ രീതിയിൽ എന്തും ചെയ്ത് ജോലിയെടുത്ത് എൻ്റെ മക്കളെയും വളർത്തി ഞാനും ജീവിക്കാൻ തയ്യാറാണ്. ഈ ഭൂമിയിൽ ഇന്ന് പോകുമോ നാളെ പോകുമെന്ന് എനിക്കറിയില്ല.
ഇന്ന് ഈ നിമിഷം പോകുമെന്ന് എനിക്കറിയില്ല. അന്ന് മീൻ കച്ചവടത്തിന് പിള്ളേര് കൂടുന്നതായിട്ട് പിന്നെ ഉണ്ട്, അന്ന് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പെൺപിള്ളേരും കൂടുക എല്ലാ സഹായം. പെൺപിള്ളേരെ നമ്മൾ വീട്ടിൽ സേഫ് ആയിട്ട് നിർത്തിയിരിക്കും. അമ്മയുടെ കൂടെയാണ്, അവിടെ തന്നെയാണ് നിൽക്കുന്നത്. വീട്ടിലെ ചേച്ചി ചെല്ലുമ്പോഴത്തേനും വീട്ടിലെ അടുക്കളപ്പണികളെല്ലാം ഇല്ലില്ല, അമ്മ ബ്രദറിന്റെ കൂടെയാണ്. ഇവിടെയല്ല പിള്ളേർ, ഇവിടെയല്ല പിള്ളേർ. പിന്നെ അവിടെ എല്ലാ പണികളും ചെയ്യാനൊക്കെ കൂടും. എന്റെ അമ്മയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. കുട്ടികളൊക്കെ ആയിട്ട് ജീവിതമൊക്കെ സന്തോഷമായിട്ട് പോകുന്നു, ഹാപ്പിയായിട്ട് പോകുന്നു. ഇനി ചേച്ചിക്ക് കോമ്പറ്റീഷൻ ആയിട്ട് വലിയ ഹോട്ടൽ വരുമോ? ഇല്ല, നമുക്ക് ഇത് മതി ജീവിക്കാൻ. വന്നു കഴിഞ്ഞാൽ ചേച്ചി പൂച്ചേനെ പോലെ നിൽക്കും അല്ലേ? വന്നാ വരുന്നിടത്ത് കാണും, വരുന്നിടത്ത് വെച്ച് കാണും. എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പഠിക്കുക. ഒന്നും നമ്മള് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഈ കട തുടങ്ങിയതും അങ്ങനെയാണ്. കാരണം ഈ കച്ചവടം നഷ്ടമായി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ പിറ്റേ ദിവസം പറഞ്ഞടാ മക്കളെ, നമുക്ക് ഒരു ചായക്കട ഒന്ന് തുടങ്ങിയാലോ. ഈ ഭാഗത്തെങ്ങും ഇല്ല, ആൾക്കാർക്ക് വണ്ടി നിർത്താനും സൗകര്യമുണ്ട്, നല്ല വീതിയുണ്ട്, നല്ല പുഴയിൽ കാണാം. അത് ഒരു നല്ലൊരു വൈബാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കാറ്റും, അത് മാത്രമല്ല ഇവിടെ നിന്ന് ഇല്ലിക്കക്കല്ല് കാണാം. എങ്ങും പോകണ്ട, അവർക്ക് ഇല്ലിക്കക്കല്ല് കാണാം. ഇല്ലിക്കക്കല്ല് അയ്യമ്പാറയൊക്കെ കാണാം. നല്ല തെളിവാണെങ്കിൽ അങ്ങേയറ്റം വരെ കാണാം. അപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ഈ കട തുടങ്ങിയത്. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ആലോചിച്ചില്ല. പിറ്റേ ദിവസം ഈ പരിപാടി തുടങ്ങി. മീൻ കച്ചവടം പോലെയല്ല, ഈ വല്ല കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടിയല്ല, നമുക്ക് ഉറപ്പിച്ച് പറയാം 100%. കാരണം ഈ സംഭവം ചായ എങ്ങനെയാണെന്ന് ഇവിടുന്ന് ഈരാറ്റുമായിട്ട് വാഗമണ്ണെന്ന് പറഞ്ഞ ചേട്ടനാ നമ്മുടെ വീഡിയോയിൽ ആദ്യം ഉണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞ, ചേച്ചി കേട്ടോന്ന് അറിയത്തില്ല, ചേട്ടൻ പറയാം അവിടുന്ന് ഇവിടം വരെ വരുന്നിടം വരെ ഇത്രയും ടേസ്റ്റുള്ള ചായ, എത്ര നല്ല സർവീസ്, ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഇവിടെ തന്നെ കയറുള്ളൂ പറഞ്ഞു. ഏത് പാലാ പോയാലും ഇവിടെ ഏത് വഴിക്ക് കോട്ടയം വരെ പോയാലും കോട്ടയത്തിനാ പോകുന്നതെന്നാ പറഞ്ഞേ, ഇവിടെ കയറുള്ളൂ എന്നാ പറഞ്ഞത്. സ്ഥിരമായിട്ട് വന്ന കസ്റ്റമറാണ്. ഇവിടെ ഒത്തിരി പേരുണ്ട്. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ചായ ആണെങ്കിലും നമ്മൾ ന്യായമായിട്ടുള്ള ചായയാണ് കൊടുക്കുന്നത്. 10 രൂപയെ മേടിക്കുന്നുള്ളതിനും കസ്റ്റമറിന്റെ ഇഷ്ടത്തിനാണ് ചായ കൊടുക്കുന്നത്. പാല് കുറച്ച് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും, പാല് കൂടി പല ആൾക്കാരാണ്. ഇല്ലില്ല, നമുക്ക് 10 രൂപ മതി. അത് ജീവിക്കാനുള്ളത് ഉണ്ടെന്നേ, അധികം ഉണ്ടാക്കണ്ട. അത് ജീവിക്കാനുള്ളതുണ്ട്, അത് മതി. വില കൂടുമ്പോഴില്ല, അത് അന്നേരം നോക്കാം. ഇപ്പൊ ഇങ്ങനെ നടക്കട്ടെ. 10 രൂപ ഓരോ നഷ്ടമില്ലാതെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ സംഭവങ്ങളെല്ലാം വെറൈറ്റികളാണ്. ഇവിടെ സമൂസയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന, ഞാനും എന്റെ പിള്ളേരും കൂടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മള് 4 ഐറ്റം സമൂസയാണ്. അതിനാണ് നമ്മുടെ കടയുടെ പേര് തന്നെ വാവ സമൂസ ഹട്ട് എന്നാണ്. അപ്പം നമുക്കിവിടെ വെറൈറ്റി സമൂസകളാണ്. അത് വെജിറ്റബിൾ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, എഗ് ഉണ്ട്. 4 വെറൈറ്റി സമൂസകളാണ്. ഇതെല്ലാം നല്ല ക്വാണ്ടിറ്റിയോട് കൂടി കൊടുക്കുന്നത്. 20 രൂപ നിരക്കേ ഉള്ളൂ നമുക്ക് ചിക്കനും ബീഫിനും. നിങ്ങളൊന്നും മേടിച്ച് കഴിച്ചു നോക്ക്, അപ്പം അറിയാം അതിന്റെ ക്വാണ്ടിറ്റി എന്താണെന്ന്. കാരണം ഒരു കടകളിലും കിട്ടിയല്ല. അത് മാത്രമല്ല, ഇവിടുത്തെ സമൂസയുടെ ലീഫിനും പ്രത്യേകതയുണ്ട്. എൻ്റെ ബ്രദറാണ് അത് ചെയ്യുന്നത്. അപ്പം ബ്രദർ ഒരു 20 വർഷമായിട്ട് വെജിറ്റബിൾ സമൂസ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ കാടബജി ഉണ്ട്, കപ്പയും മുളകും ഉണ്ട്. കപ്പയും മുളകും എന്താണെന്ന് വെച്ചാൽ ചെണ്ടൻ കപ്പയും മുളകുമാണ് 10 രൂപയുള്ള റേറ്റ്. ചെറുകടികൾക്കെല്ലാം 10 രൂപ റേറ്റ്. ചിക്കനും ബീഫിനും എഗ്ഗിനും മാത്രം 20 രൂപ റേറ്റ്. അന്നേരം അതിൻ്റെ അകത്ത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരെണ്ണം മേടിച്ച് കഴിച്ചു നോക്കാം, അപ്പം കഴിച്ചു നോക്കാം. പിന്നെ ഏത്തയ്ക്കാപ്പുളിയുണ്ട്, നാടൻ ഉള്ളിവടയുണ്ട്. അത് നാച്ചുറലായിട്ട് തന്നെ, അല്ലാതെ നമ്മൾ കെമിക്കലുകളോ ഇതൊന്നും ചേർത്തുള്ള സംഭവങ്ങളല്ല. നമ്മൾ ഇവിടെ കഴിക്കുന്നവർക്കറിയാം അതിന്റെ ടേസ്റ്റ്. ഉള്ളിവടയൊക്കെ ഇട്ട് ഇവിടെ കിട്ടാറില്ല. ചിക്കന്റെ കട്ട്ലേറ്റ് കിട്ടാനില്ലല്ലോ. ചിക്കന്റെ സമൂസ കിട്ടാനുണ്ട്, ക്വാണ്ടിറ്റി ഇല്ല. ഇവിടെ കഴിക്കുന്നവരതാ പറയുന്നത്, ചേച്ചി ഇത്രയും നല്ല ക്വാണ്ടിറ്റി ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ മുതലാകുന്നു? ചിക്കന്റെ സമൂസ കഴിച്ചാൽ തന്നെ വിശപ്പ് മാറിയല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒരു ചിക്കന് കഴിക്കുന്നവർക്കാണ് ഒരു ചിക്കനും ബീഫും കഴിച്ച് ഒരു ചായയും കഴിച്ച് 50 രൂപയേ ആവുന്നുള്ളൂ. ഈ 50 രൂപയിൽ അവർക്ക് വയറ് നിറഞ്ഞു, പിന്നെ വളരെ ഹാപ്പിയാണ്. അവർ നൈറ്റ് ഒന്നും കഴിച്ചില്ല പോലും അതിനകത്ത് നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ്റെ അകത്തും ബീഫിനകത്തും എഗ്ഗിനകത്തും നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയാറുണ്ട്. ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പം നമ്മൾ ചിക്കനും ബീഫും ഒക്കെ കഴിക്കുമ്പോഴും ഇച്ചിരി വെജിറ്റബിൾ ആഡ് ചെയ്ത് കഴിക്കണം എന്ന് പറയുന്നത്. കാരണം വെളിച്ചെണ്ണയുടെ റേറ്റ് ഇപ്പോൾ അറിയാം. ഒറിജിനൽ വെളിച്ചെണ്ണയ്ക്ക് നല്ല റേറ്റാണ്. 440 രൂപയാണ് ഒറിജിനൽ വെളിച്ചെണ്ണയ്ക്ക് വരെ. നമ്മൾ അതെടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ പറഞ്ഞു അതിന് മാത്രം റേറ്റ് കൂടുതലാവും. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ സ്ഥിരം, നമുക്ക് ഒത്തിരി എണ്ണ മിച്ചമില്ല. ഒത്തിരി നല്ല ഒരു 1/2 കിലോ എണ്ണ പോലും ഡെയിലി യൂസ് ചെയ്യുന്നതിൽ മിച്ചം വരാറില്ല. അതുപോലെ നമ്മൾ പുതിയ എണ്ണയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ഥിരം ഇത് കഴിക്കുന്നവരുണ്ട്. അവർക്കൊന്നും ഇതുവരെ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒരു 6 മാസക്കാലമായിട്ട് സ്ഥിരം കഴിക്കുന്നവരുണ്ട് ഇവിടെ.
ഈ ഒരേ ഫുഡ് തന്നെ 6 മാസക്കാലം കഴിച്ചു കഴിയുമ്പോഴത്തേന് എന്താണേലും അവർക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകിയല്ലോ. ഇത് അതില്ല. കാരണം എന്താ, എണ്ണയുടെ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ സ്ഥിരമുള്ള സാധനങ്ങൾ എടുക്കാറില്ല. മോനെ വേണ്ട ഒരു ചായ. അവിടെ എന്താ കയറി വേണ്ടേ? കട്ടൻ കാപ്പി. പറഞ്ഞു തന്നെ റിപ്പീറ്റ് എണ്ണയുടെ ഉപയോഗം ഇല്ല എന്നുള്ളതാണോ? ഇല്ലില്ല, റിപ്പീറ്റ് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ അടുത്ത് ഇവിടെ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് വേസ്റ്റ് ഇരിക്കുന്ന എണ്ണ വേണേ ഞങ്ങൾ എടുക്കാം. 2 കടിഞ്ഞല്ല കടുങ്കാപ്പിയാണല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവിടെയാണോ? സാറിന് ഒരു കാപ്പി. അപ്പം ഞങ്ങൾ അന്നുള്ള എണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. എന്നെക്കാളും കൂടുതൽ പൊരിക്കുന്നത് എൻ്റെ കുട്ടികളാണ്. അപ്പം അവരോട് ചോദിച്ചാൽ സത്യം പറയും. എല്ലാ രീതിയിലും നല്ലൊരു സർവീസ് അല്ലേ, ഒരു മായമില്ലാതെ. അതെ, ഒരു മായവും. നമുക്കത് ലാഭനഷ്ടമല്ല. ഞങ്ങൾ ലാഭനഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അല്ലാതെ അവിടെ അത് നഷ്ടമാണല്ലോ, അതുകൊണ്ട് നാളെ അത് ഇടണ്ട, അത് വില കൂടിയല്ലോ അതുകൊണ്ട് നാളെ അത് ഇടണ്ടെന്ന് പറയല. നമ്മളെല്ലാം തന്നെ ചെയ്യും, സമയം കിട്ടുന്ന പോലെ എല്ലാം ചെയ്യും. ചേച്ചി വഴിയോര കച്ചവടം നടത്തുന്ന എന്തെങ്കിലും എതിർപ്പോ അങ്ങനെ ആരെങ്കിലും ഭാഗത്തുണ്ടോ? വഴിയോര കച്ചവട യൂണിയൻ ഉണ്ട്. ഇത് പലർക്കും അറിയത്തില്ല. വഴിയോര കച്ചവടത്തിന്റെ DKTF എന്ന് പറയുന്ന ഒരു യൂണിയൻ ഉണ്ട്, വഴിയോര കച്ചവട ട്രേഡ് യൂണിയൻ. അതിന്റെ ജില്ലയിലെ വനിതകളുടെ കൺവീനറാണ് ഞാൻ. ജില്ലാ വനിതാ കൺവീനറാണ്. അതുപോലെ ഞാൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ പോകാറുണ്ട്. അപ്പോൾ അതിൽ കൂടുകയാണ്, ഒത്തിരി ഉപകാരങ്ങളും ഉണ്ട്. അത് എല്ലാവരും പാർട്ടി പിരിവെന്ന് പറയും, പക്ഷേ പിരിവല്ല മുഖ്യമായിട്ടും. കാരണം പാർട്ടിയുടെ കാര്യങ്ങൾ നടത്താൻ ഒരു ഇച്ചിരി സാമ്പത്തികം വേണം. അത് മാത്രമേ ജനങ്ങളിൽ നിന്ന് എടുക്കുന്നുള്ളൂ. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് ഒത്തിരി പിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ യൂണിയൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മുടെ കൂടെ കട്ടയ്ക്കുണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചായത്തുകളിലോട്ടും യൂണിയൻ്റെ ആയി വരുന്നുണ്ട്, ലൈസൻസ് ആയി വരുന്നുണ്ട്. ഇപ്പം മുനിസിപ്പാലിറ്റികളിലാണ് യൂണിയൻ്റെ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അത് പഞ്ചായത്തുകളിലോട്ടും ഓൾറെഡി ആയി വരുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ഇതിപ്പം രാവിലെ ഞങ്ങളിവിടെ വരുന്നത് ഒരു 8:30 ആകുമ്പോൾ എത്തും. അപ്പം വെള്ളമൊക്കെ ഞങ്ങൾ സേവ് ചെയ്തുകൊണ്ട് വരണം. അപ്പം അതിനൊക്കെ ഇച്ചിരി താമസങ്ങളുണ്ട്. പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള സാധനങ്ങൾ മൊത്തം ഉണ്ടാക്കുക. ഫുഡെല്ലാം ഞങ്ങൾ ഇത് തന്നെ കഴിക്കണേ. ഞങ്ങളും ഡെയിലി ഇത് തന്നെ കഴിക്കണേ. ഞങ്ങൾ വേറെ പുറത്ത് നിന്ന് വല്ലപ്പോഴുമാണ് ഒരു ചോറൊക്കെ മേടിക്കുന്നത്, അല്ല കഞ്ഞി വെക്കുന്നത്. പിള്ളേരും ഇത് തന്നെയൊക്കെ കഴിക്കും. എന്താണെങ്കിലും ഒത്തിരി സന്തോഷം ചേച്ചിനെ പോലെ ഒരാളെ പരിചയപ്പെടാൻ പറ്റി. കാരണം ഈ കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് ചേച്ചി വളരെയധികം ഒരു മോട്ടിവേഷനാണ് ചേച്ചി കൊടുത്തോണ്ടിരിക്കുന്നത്. മനസ്സുണ്ടായി ആർക്കും എന്തും ചെയ്യാമെന്ന്. ഈ പരസ്പരം കുറ്റം പറഞ്ഞാൽ ആ ചേച്ചി അങ്ങനെ ചെയ്യുന്നു, ആ ചേച്ചിക്ക് അത്രയും ഞങ്ങൾ ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ളൊരു മനസ്സും കൂടെ വേണം. പ്രിയരെ, ബാബ സമോസ ഹട്ടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും ചേച്ചിയുടെ തികഞ്ഞ അർപ്പണ മനോഭാവമാണ് ഇവിടെ കാണുന്നത്. വളരെയധികം സന്തോഷമാണ് ഈ ചേച്ചിയുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. ജോലിയില്ലാത്ത ആൾക്കാർക്ക് ഇതൊരു മോട്ടിവേഷൻ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോലിയില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യയുടെ മുൻപിലേക്ക് എത്തുന്ന ധാരാളം സ്ത്രീജനങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. എന്തേലും പഠിച്ചു കഴിഞ്ഞാലോ എന്തെല്ലാം ജോലികൾ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാലും ഒരാളുടെ അടിമയായിട്ട് നിൽക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇങ്ങനെയും ജീവിക്കുക എന്ന ചേച്ചി ഈ കേരളത്തിലുള്ള സ്ത്രീജനങ്ങളോട് പ്രത്യേകിച്ച് ചേച്ചി കാണിച്ചു തരുവാണ്. ജോലിയില്ല എന്നതിൻ്റെ പേരിൽ ആരും ഒരു ആത്മഹത്യ എന്നൊരു പ്രവണതയിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യില്ല. ഇന്നത്തെ മാതാപിതാക്കളെ ഓവർ വിദ്യാഭ്യാസം എന്നുള്ള ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. വിദ്യാഭ്യാസം വേണം, എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും ഒക്കെ മക്കൾ പഠിച്ചിരിക്കണം. പക്ഷേ ജീവിതം എന്താണെന്നും മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾ തയ്യാറായേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന കുട്ടികൾ. എൻ്റെ പിള്ളേർ ഗെയിം കളിക്കില്ല എന്ന് ഞാൻ പറയില്ല, എൻ്റെ കുട്ടികൾ കളിക്കും. പക്ഷേ അതുപോലെ അവർ കഷ്ടപ്പെട്ടിട്ട് ആവറേജ് ഒരു അരമണിക്കൂർ അവരുടെ ടൈമാണ്. കാരണം അവർ കുഞ്ഞുങ്ങളല്ലേ, അവർ കളിക്കണ്ടേ, അവർ കളിക്കേണ്ട പ്രായമാണ്. പക്ഷെ നമ്മളെപ്പോലെ ഒന്നും ഫുട്ബോൾ കളിക്കാനോ വോളിബോൾ കളിക്കാനോ ഒന്നും പോകാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഇല്ല പിള്ളേർക്ക്. അല്ലെ കുട്ടിയും പോലും കളിക്കാനോ ഇതൊന്നും പോകാറില്ല പിള്ളേർ. പക്ഷേ ഇന്നത്തെ പേരൻസ് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ ജീവിതം എന്താണെന്ന് പൈസ കൊടുത്ത് ഒരിക്കലും പഠിപ്പിക്കരുത്. പിള്ളേരെ ക്യാഷാണ് പിള്ളേരെ നശിപ്പിക്കുന്നത്. മൊത്തം അവരെ നന്നാക്കുന്നതും പൈസയാണ്, അവരെ നശിപ്പിക്കുന്നതും നന്നാക്കുന്നതും ക്യാഷാണ്. പക്ഷേ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം. എൻ്റെ 17 വയസ്സ് കഴിഞ്ഞ് അവനിപ്പം 18ാമത്തെ വയസ്സാണ് എൻ്റെ കൊച്ചു. പക്ഷേ അവൻ സ്വന്തമായിട്ട് അവന് വേണ്ടുന്ന വസ്ത്രം മേടിക്കുന്നതും അവന് വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കുന്നതും അവൻ സ്വന്തമായിട്ടാണ്, അല്ലാതെ എന്നെ ആശ്രയിക്കാറില്ല. ഞാൻ സൈഡ് മാത്രമാണ് ഇപ്പോൾ. കാരണം അവർ കുടുംബം നടത്താൻ പ്രാപ്തരാക്കിയത് അതാണ് നമ്മൾ ലോകത്ത് പഠിപ്പിക്കാനുള്ളത്. കാരണം എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. അങ്ങനെ പിള്ളേർ അയ്യോ എൻ്റെ കുഞ്ഞ് കൊച്ച ആ ഒരു മൈൻഡ് മാതാപിതാക്കൾ ഉപേക്ഷിക്കണം. അവർ വളർന്നു വരുന്നോറും
അവരാണ് ഈ സമൂഹത്തിന്റെ ഭാവി തലമുറകൾ, അല്ലാതെ നമ്മളല്ല. നമ്മൾ നിശ്ചയിക്കുന്ന പോലെ അല്ല അവര്. അവരുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പിള്ളേർ പിന്തിരിഞ്ഞു പോകുന്നതാണ്. അവർക്ക് സ്നേഹം കിട്ടുന്നില്ലെന്ന്. ഒരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ, വിദേശത്തേക്ക് കുട്ടികളെ വിടാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല. എൻ്റെ കുട്ടികളെ എനിക്ക് വിദേശത്ത് വിടാൻ ഒരു താല്പര്യവും ഇല്ല. അവർക്ക് ആഗ്രഹമുണ്ടോ? അവർക്കും ആഗ്രഹം കാണിയേരാ എന്ന് ഇപ്പം വിശ്വസിക്കുന്നു. പിന്നെ വളർന്നു വരുന്ന സാഹചര്യം പോലെ. അല്ലെന്ന് വെച്ചാൽ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണമെന്നില്ല. കാരണം ഇവിടെ ജീവിച്ചാലും ജീവിക്കാം. ഭൂമിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അല്ലാതെ വിദേശത്ത് ജനിച്ചവർ വിദേശത്ത് ജീവിക്കട്ടെ, ഇവിടെ ജനിച്ചവർ ഇവിടെ ജീവിക്കട്ടെ, കേരളത്തിന്റെ തനിമ കണ്ട് ജീവിക്കട്ടെ. മാതാപിതാക്കൾ ഇന്ന് ഒറ്റപ്പെട്ടിരുന്ന് കരയുന്ന ഭവനങ്ങൾ എത്രണ്ണമുണ്ട്? ആർക്കെങ്കിലും മനസ്സിലാകുമോ അവരുടെ ദുഃഖം എന്താണെന്ന്? പിള്ളേരെ പഠിപ്പിച്ചു, പിള്ളേർ കാശുണ്ടാക്കുന്നു. കാശ് മാത്രമല്ല ജീവിതം. സ്നേഹം കൊടുക്കലും വാങ്ങലും ഒരു ജീവിതമാണ്. ഇപ്പൊ ഈ വന്യമൃഗങ്ങളെ കയറി ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പുലി വരുന്നേ, ആന വരുന്നേ, കാട്ടുപാക്കാൻ വരുന്നേ, കൊല്ലാൻ വരുന്നേന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആരോഗ്യത്തോടു കൂടി നടക്കുന്ന ഒരു 50 വയസ്സ് 55 വയസ്സ് ഒക്കെയുള്ള ആൾക്കാർ വീട്ടിലിരുന്ന് നൊരവിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒരമ്മയുടെ വീഡിയോ കണ്ടായിരുന്നു ഞാൻ. എനിക്ക് സമയം കിട്ടാറില്ല അങ്ങനെ വീഡിയോ കാണാൻ, എങ്കിലും ഞാൻ സമയം കിട്ടുന്നത് പോലെ വീഡിയോ കാണും. അപ്പം വീഡിയോ കണ്ടപ്പോൾ ഒരു അമ്മച്ചീനെ ഇട്ട് തെരുവ് നായ്ക്കളിട്ട് കടിച്ച് പറിക്കുന്നു. ആരും രക്ഷിക്കാനില്ല. ആ അമ്മച്ചി കടിച്ച് പറിയോ അടിച്ച് ഓടിച്ചും പറക്കുകയൊക്കെ ആയിട്ട് അമ്മച്ചി ഒരു വിധത്തിലൊന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രം. അന്ന് തന്നെ അവിടെ ഏതാണ്ട് കുറേ ആൾക്കാരെ 7 or 8 പേരെ കണ്ട് ആ തെരുവ് നായ്ക്കൾ കടിച്ചു. എന്തുകൊണ്ട് ഇതുങ്ങളെ സംരക്ഷിക്കുന്നവരെ ഇവര് ഹെൽപ്പ് ചെയ്യുന്നില്ല? എത്രയോ പേര് ഇവിടെ സംരക്ഷിക്കുന്നവരുണ്ട്, അവർ ഹെൽപ്പ് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ എല്ലാവരെയും കുറിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതുങ്ങളെല്ലാം ഒരിടത്ത് തന്നെ ഇട്ട് വളർത്താൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട് പോലെ ഉണ്ടാക്കി വളർത്താൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഭക്ഷണം വേണമെന്നേ. അവരും നമ്മളെ പോലെ വിശപ്പും ദാഹവും ഒക്കെ ഉള്ളതാ. നമ്മളെ പോലെ തന്നെ ജീവൻ അതുങ്ങൾക്കും ഉണ്ട്. പക്ഷെ അതുങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഇതും കൂടെ കാണിക്കണം. ഞാനിവിടെ ആരെങ്കിലും ഒക്കെ ഈ വഴിയരികിൽ കൊണ്ട് പൂച്ചേനെ വിടും, ഒരു മനസ്സാക്ഷിയില്ലാതെ അതുങ്ങളെ രക്ഷിച്ചു വിടും. രക്ഷിച്ചു വിട്ടാൽ ആരെങ്കിലും കൊണ്ടുപോകുന്നവരാണ് ഞാൻ പറയും കൊണ്ടുപോയി വളർത്തിക്കോ. ഇവിടെ നിന്നാൽ ഈ വണ്ടിക്കടിയിൽ പോയി അത് തെറ്റാകും. അതുകൊണ്ട് മോനെ ഇതങ്ങ് കൊടുത്തടാ. അതുങ്ങളെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്നവരുണ്ട്. അല്ലാതെ ഇവിടെ നിന്ന് എല്ലാവരും കാണിക്കുവാണെങ്കിൽ ഞാൻ പറയും മേലെ ഒറ്റോട്ടത്തിന് ഇങ്ങോട്ട് കയറ്റിയല്ല കേട്ടോ. ഈ ചാകാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നത്, ജീവിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് പോകാൻ മതി എന്ന് പറയും. കാരണം മരണം എന്നുള്ളത് എല്ലാവർക്കും വെച്ചിരിക്കുന്നത്, അത് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. നമ്മളടക്കം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് ഈ ഭൂമിയിൽ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ചിലപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വിഷമം അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഓടി നമ്മുടെ അടുത്ത് പാലും പൊക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മുട്ടി വരുമ്പോഴായിരിക്കും നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ മാറിപ്പോകും. അപ്പം മൃഗങ്ങൾ നിസ്സാരക്കാരാന്ന് ഓർക്കണ്ട. മൃഗങ്ങൾ എപ്പോഴും സ്നേഹം നമുക്ക് ചിലപ്പം ജീവിതത്തിൻ്റെ ഏത് സമയത്താണ് നമ്മുടെ ഒരു ചിന്തകളിൽ നിന്ന് മാറ്റിവിടാനായിട്ട് മൃഗങ്ങൾ സഹായിക്കുന്നതെന്ന് അല്ലേ? അങ്ങനെ പറയുന്നല്ലേ? ഉപേക്ഷിക്കില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടിലുണ്ടാകുന്ന മൃഗങ്ങളായിക്കോട്ടെ, അതുങ്ങളെ വളർത്താൻ പറ്റത്തില്ല, ആരെങ്കിലും വളർത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് കൊടുക്കുക. അതാണ് മനസാക്ഷി അനുസരിച്ച് ചെയ്യേണ്ടത്. ഇതിപ്പം പട്ടിക്ക് എന്നാ വില? ഒരു നാടൻ പട്ടിക്ക് ഇപ്പം എന്താ വില? നമ്മൾ വലിയ ജർമ്മനിയിലോട്ടോ അല്ലെങ്കിൽ വേറെ പേർഷ്യൻ പട്ടിയിലോട്ടോ ഒന്നും പോകണ്ട. ഒരു നാടൻ പട്ടിയുടെ വിലയില്ല. 1000 രൂപയിൽ ഒരു കുഞ്ഞു പട്ടിക്ക് കൊടുക്കണം. മനുഷ്യന് എന്താ വില? എന്തേലും വിലയുണ്ടോ? ആരാക്കി ഇങ്ങനെ? നമ്മുടെ സമൂഹം തന്നെ, നമ്മുടെ നാടിനെ, നമ്മുടെ സമൂഹം തന്നെ നമ്മൾ തന്നെ നശിപ്പിച്ചു. നമ്മുടെ തലമുറകളല്ല നശിപ്പിച്ച്, നമ്മൾ തന്നെയാണ് നശിപ്പിച്ചത്. നമ്മുടെ തലമുറകൾ ഒരിക്കലും നശിപ്പിച്ചില്ല. അവർ നേരായ മാർഗം പറഞ്ഞു തന്നെങ്കിൽ ടെക്നോളജി വളരുന്നതിനപ്പുറം മനുഷ്യൻ വളരണമെന്നുണ്ട്. പക്ഷേ ടെക്നോളജി വളരുന്നതിനൊപ്പം മനുഷ്യൻ വളരുന്നതിനൊപ്പം ആ മനസാക്ഷി എന്ന് പറയുന്നൊന്നും നശിച്ചു പോകും. അത് നശിക്കാതെ അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമി ഇന്നിങ്ങനെ നിൽക്കുന്നത്. പിള്ളേർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ പിള്ളേർ മലയാളം മീഡിയത്തിലും ഗവൺമെൻറ് സ്കൂളിലും പഠിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, സാമ്പത്തികത്തിൻ്റെ മാത്രമല്ല. നമുക്ക് സാമ്പത്തികം മുടക്കി പഠിപ്പിക്കാമെന്ന് മാത്രമല്ല, പിള്ളേർ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിലാണ്. ഇപ്പം നമ്മുടെ ഇവിടെ വന്ന് സംസാരിക്കുന്നതാണ് ഹിന്ദിക്കാരും എല്ലാവരും. നമുക്കറിയത്തില്ല. പക്ഷെ ഭാഷകൾ പഠിച്ചു വെക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 ഭാഷ ആൾക്കാർ പഠിച്ചു വെക്കണം. ഞാൻ കുറച്ചൊക്കെ സംസാരിക്കും. ആൾക്കാർ എല്ലാവരെയും വേണ്ട വിധത്തിൽ മാത്രം കൈകാര്യം ചെയ്യും എന്നും പറഞ്ഞാൽ ഓവറായിട്ട് അറിയത്തുമില്ല എന്നറിയാൻ പറ്റില്ല. എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാതായിരുന്നു. ഞാൻ 10 വരെ പോയിട്ടുള്ളൂ. എനിക്ക് ആ 10ൻ്റെ മേന്മ മതി. കാരണം എൻ്റെ അമ്മയും ആങ്ങളെയും ഒക്കെ ഇവിടെ ഉള്ളിടത്തോളം, എനിക്ക് വേണ്ടപ്പെട്ടവർ ഈ നാട്ടിലുള്ളിടത്തോളം എനിക്ക് വേറെ ഒരിടത്തും പോകണമെന്ന് ഒരാഗ്രഹം. മലയാളി ജോലി തേടി അന്യ രാജ്യങ്ങളിൽ കൂടെ പോയി സ്ഥാനത്തിലുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് കുടിയേറി. ഇപ്പം നാട്ടിലെ ഇപ്പം മലയാളികളെക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അന്യദേശ തൊഴിലാളികളാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം സത്യാമം കാണാം. കാരണം ഇവിടെ നമ്മുടെ നാട്ടുകാരല്ല നടക്കുന്നത്, ബംഗാളീസാണ്.
കൂടുതലും അവർക്ക് ഈ നാട് അവരുടെ നാട് പോലെയായി, നമുക്കോ അന്യ നാട് പോലെയായി. ഒരു പലർക്കും അന്യനാട് പോലെയായി. ഞാൻ പറഞ്ഞില്ലേ, എത്രയോ പേരൻസ് എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. കാരണം എൻ്റെ മക്കളെ എല്ലാം പഠിപ്പിച്ചു, സെല്ലിന് അങ്ങനെ വരരുത്, മക്കളെ ചേർത്ത് നിർത്തിക്കണം. കാരണം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന വേറെയാണ്. കാരണം ഇവിടെ ഒരു അസുഖം വന്നാൽ നോക്കണമെങ്കിൽ അയലോകത്തെ ചേച്ചിയെ വിളിച്ച് പറയട്ടെ, ചേച്ചി അമ്മേനെ ഒന്നും ചെന്ന് നോക്കിയേക്കുവോ, അമ്മ തന്നെയാ, അവിടുന്ന് വിളിക്കണം. വീഡിയോ കോള് ആകെ വെച്ചിരിക്കുന്ന ഒരു ക്യാമറ. ഞാൻ ചോദിക്കട്ടെ, വെള്ളം കൊടുക്കേണ്ടടുത്ത് ക്യാമറ കൊണ്ടുപോയി കൊടുക്കുവോ? കോവിഡ് വന്ന സമയത്തൊക്കെയാണ് വളരെയധികം വിദേശത്തെ വീടുകളിലാണ് മക്കളും കാരണവന്മാരും ബുദ്ധിമുട്ടിപ്പോയത്. കാരണം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ആ ജീവിതം പഠിപ്പിച്ചു. എന്തിനാ അത്യാർത്ഥി കാണിക്കുന്ന മനുഷ്യൻ? നിങ്ങൾക്കിപ്പം ഈ യൂട്യൂബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ വരുമാനം കിട്ടുന്നുണ്ട്, നിങ്ങളൊരു കോടീശ്വരനായിരുന്നു കുട്ടിക്ക്. ഇട്ട് മൂടാനുള്ള സ്വത്തായിരുന്നു, അല്ല ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ടെന്ന് കുട്ടിക്കോ. പക്ഷേ നിങ്ങളുടെ ഫാമിലിയോ നിങ്ങളുടെ മക്കളോ നിങ്ങൾക്കൊരു വയ്യാടി വരും നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നേടിയിട്ട് എന്താ നിങ്ങൾക്ക് പ്രയോജനം? ഒരു കാര്യമില്ല. പിന്നെ എന്തിനാ വിദേശത്ത് മക്കളെ വിടുന്നു? അവനവൻ്റെ കൃഷി നോക്കി, അല്ലെങ്കിൽ അവനവൻ്റെ ഈ കേരളത്തിനകത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ പോട്ടെ, ഈ എല്ലാവരെയും അങ്ങോട്ട് തള്ളിക്കയറ്റി ഇവിടെ നിന്നിട്ടാണ് നമുക്ക് ചോദിക്കുന്നത്. പോണം, ഇവിടെയും ആൾക്കാർ വേണ്ടേ, ഇവിടെയും കുട്ടികൾ വേണ്ടേ, ഭാവി തലമുറ വേണ്ടേ? വാർത്തയുടെ ഭാഗമായിട്ട് നിങ്ങൾ നീണ്ടൂർ ഏരിയ പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ 350ഓളം വീടുകൾ അടച്ചിട്ടാണ്. നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, കാർഡ് ഫാർമം ചാനൽ കിടപ്പുണ്ട്. അവിടെ അതായത് അന്യ സംസ്ഥാനക്കാർക്ക് പോലും താമസിക്കാനായിട്ട് വേണ്ട. കാരണം അവർക്കും പേടി അവിടെ ഒന്ന് താമസിക്കാനായിട്ട്. കാരണം മൃഗങ്ങൾ ഇറങ്ങുന്നതിന് മൃഗങ്ങളെ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അവരോർക്കുന്നത് എന്തോ കാട്ടുവാസ സ്ഥലമാണ്. കാരണം കുറെ കെട്ടിടങ്ങളുണ്ടെന്നല്ലാതെ എന്താ പറയുന്നത്? ഒരു കെട്ടിടത്തിൽ ഒരു 10 പേര് കൂടുതൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഭവനം കാണിച്ചു തരാം. കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന 10 പേരെങ്കിലും വളരെ അപൂർവമായിരിക്കും. വിരളിൽ എണ്ണാൻ മാത്രമേ കേരളത്തിൽ കാണുള്ളൂ. അറിയാം. മോനൊരു പാലിങ്ങെടുത്ത മോനെ. അതുപോലെ തന്നെ മതിലെല്ലാം വന്നിട്ട് തൊട്ടടുത്ത വീടെന്തേലും അറിയാലോ. അയൽവക്കക്കാരെ അറിയുന്നത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ. വീട്ടിലേക്ക് ഇടവഴികൾ ഉണ്ടായിരുന്നു, നടന്നു പോകാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം റോഡ് മാർഗമാണല്ലോ പോകുക, തൊട്ട അയൽവക്കത്തേക്ക് ആണെങ്കിലും. മോനെ ഇതങ്ങ് കൊടുത്ത മോനെ ഒരു ചായ, ഒരു ചായ. സെലീൻ ചേച്ചി ഈ കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അത് എന്താണെന്ന് നമ്മൾ അടിവരയിട്ട് പറയുന്നു. ചേച്ചിയുടെ വീഡിയോ ഇതിനു മുമ്പ് വന്നിരുന്നു. ചേച്ചി മീൻ കച്ചവടം നടത്തിക്കൊണ്ടാണ് ഇതിന് തൊട്ടപ്പുറയായിരുന്നു, ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ചേച്ചി മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ചെറിയ ചെറിയ കച്ചവടമായിട്ട് ചേച്ചിനെ പോലെ റോഡരികിൽ കൂടെ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു. വലിയ വലിയ കടകൾ വന്നപ്പോഴത്തേനും ചേച്ചീനെ പോലെ തന്നെ മൊത്തത്തിൽ പല കടകളും അടച്ചു പോകേണ്ടതായിട്ട് വന്നു. ചേച്ചി മീൻ കച്ചവടം നിർത്തിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വാവാ സമോസ ഹട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കട അടിപൊളിയായിട്ട് തന്നെ ചേച്ചി പിള്ളേരുടെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ദിവസം പോലും ചേച്ചി വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അതിന് മുമ്പ് തന്നെ ചേച്ചി തുടങ്ങി. അതിന് മുമ്പ് തന്നെ ചേച്ചി ഈ മീൻ കച്ചവടം നിർത്തുന്നതിന് മുമ്പ് തന്നെ ചേച്ചി പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ നിർത്തുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ തുടങ്ങുന്നത്. ചേച്ചിയുടെ വാശിയായിരുന്നു തുടങ്ങുന്നത്. എന്താണെങ്കിലും ചേച്ചി വളരെയധികം നല്ലൊരു സർവീസാണ് കൊടുക്കുന്നത്. ഈ വഴി തന്നെ ആൾക്കാരെ ഇത് ഭരണങ്ങാനം, അതായത് ഈ ഈരാറ്റുപേട്ട പാല റൂട്ടാണ്. ഭരണങ്ങാനം പള്ളി ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറയാണ്. അപ്പോൾ ഈ വഴി തന്നെ ആൾക്കാർ, പാലായി തന്നെ ആൾക്കാരാണേലും, പാലായിക്ക് ഇവിടുന്ന് 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ പാലായി തന്നെ ആൾക്കാരാണേലും ഉറപ്പായിട്ടും ചേച്ചിയുടെ വാവാ സമോസ കട്ടി വരണം. എന്താണേലും ഒരു ചായയും ഒരു കടിയും കഴിച്ച് നിങ്ങൾ പോവുള്ളൂ. വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചേച്ചിയുടെ സർവീസ് എത്രമാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ഇവിടെ വാങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം ഹാർട്ട് ഫാമർ.